നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടില്ല, ഒന്ന് കരവന വന്ന് പോയിട്ട് വരും നടന്നിട്ട്. ഇത് നമ്മളെ ബെസ്റ്റ് ബ്രോ ഇതേക്ക് ഞങ്ങൾ എന്നിട്ട് കരമനയിലേക്ക് നടന്ന് മന്ദം അല്ലേ പോവുകയാണ്. നിറയെ വീടുകളാണ് അപ്പുറം ഇപ്പുറം ഇത് വലുതും ചെറുതുമായിട്ടുള്ള അമ്പുര ചെമ്പികളായിട്ടുള്ള വീടുകൾ കണ്ടോ. വലിയൊരു പട്ടളം ഇവിടെ വെച്ചിട്ടുണ്ടോ. ഒരു മുറ്റത്ത് ഓട്ടോറിക്ഷ, ഇപ്പുറം ഓട്ടോറിക്ഷ, എല്ലാ വീടുകളിലും ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. കാറ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ചുറ്റും വീടുകളാണ്. ഒരു മതിലിന്മേൽ അപ്പുറം ഇപ്പുറം ശാന്തമായ അന്തരീക്ഷം. ഞാൻ വൃന്ദാവനിൽ പോയിരുന്നു. ഉത്തർപ്രദേശ്, വൃന്ദാവൻ, അയോധ്യ, മധുര, അതേപോലെയുള്ള ഗല്ലികൾ എന്നാണ് പറയുക. അതേപോലെയുള്ള വഴികൾ പോലെയുണ്ട്. ഇതേപോലെ വീടുകളും ഇതേപോലെ വഴികളും എല്ലാം ആയിട്ട് കണ്ടോ. അങ്ങോട്ട് വഴി, ഇങ്ങോട്ട് വഴി, അങ്ങനെ മൊത്തത്തിൽ വീടുകളായി നിറഞ്ഞിരുന്നിട്ടുണ്ട്. ഇതൊരു ജംഗ്ഷനായി. ഇവിടുന്ന് വലത്തോട്ടേക്ക് ഒരു റോഡ്, ഇവിടുന്ന് ഇടത്തോട്ടേക്ക് ഒരു റോഡ്, പിന്നെ ഇത് നേരെ നമുക്ക് നേരെ പോകണ്ടേ കരമനയിലേക്ക്. നടക്കുന്നത് പോകേണ്ട ദൂരമുള്ളൂ. അവിടെ നിന്ന് പിന്നെ 1 കിലോമീറ്ററില്ല റെയിൽവേ സ്റ്റേഷനിലേക്ക്, തമ്പാനൂർ. ഞാനിപ്പോൾ താമസിക്കുന്നിടത്ത് അവിടെ ചെറിയ ചെറിയ വീടുകൾ കണ്ട എന്തൊരു മനോഹരമാണ്. നല്ല രസമുണ്ട് ചെറിയ വീടുകൾ. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ഇനി കാണാം. ഇത് ഞാൻ താമസിക്കുന്നിടത്തുള്ള ഒരു മുത്തച്ഛനാണ്. ആ മുത്തച്ഛനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ചെറിയൊരു ആവശ്യമുണ്ട്. ഓക്കെ. ഇവിടെ എല്ലാം കോലം വരച്ചിട്ട് വേണ്ട, ചവിട്ടാൻ പാടില്ല എന്നാണല്ലേ. ഈ തമിഴ്നാട്, പാലക്കാട്, കൽപ്പാത്തി അങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഇതുപോലെ ബ്രാഹ്മണീസിൻ്റെ കോലം വരച്ചിട്ടുണ്ടാവും. ബ്രാഹ്മണീസിൻ്റെ കോലമല്ല, ഈ കോലം വരയ്ക്കും മുറ്റത്തും തുളസി തറേൻ്റെ അടുത്തല്ല. ഇതാ കണ്ടത് വേറെ ഒരു ഗല്ലി. ഇത് നമ്മൾ ശരിക്കും വൃന്ദാവനിൽ പോയിട്ടുള്ള അവസ്ഥ തന്നെ അല്ലേ. വൃന്ദാവനിലെ ഗല്ലി വഴികൾ, ഗല്ലി എന്ന് പറഞ്ഞാൽ ചെറിയ ഊട് വഴികൾ, ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകൾ അതേപോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളെങ്ങനെയാണ് പോയത് അതേപോലെ തിരിച്ചു വരാൻ കഴിയില്ല, മാറിപ്പോവും വഴി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെയുണ്ട് കാണുമ്പോൾ. ആൽമരം, എന്തൊരു സന്തോഷമെന്നല്ല ഇവിടെ. അങ്ങനെ ശാന്തമായ അന്തരീക്ഷം, വലിയ ബഹളങ്ങളൊന്നുമില്ല. ആൽമരത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ നാഗത്തിൻ്റെ എന്തോ ക്ഷേത്രമുണ്ട്, അതാണ്. എന്താ ഇതൊന്ന് കരമന സമുദായ അപരക്രിയ മണ്ഡപവും നോക്കട്ടെ. ഇതാണ് കരവനയാറ്റ് അല്ലേ, കരവനയാറ്. എന്താ ഭംഗിയല്ലേ. പക്ഷെ വെള്ളം പച്ച കളറും അത്ര ക്ലിയർ ഇല്ല. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ സുന്ദരാണ്. വെള്ളം കുറവാണ്. ഓക്കെ, അത് നമ്മൾ കണ്ടു. ഇനി തിരിച്ചു പോകാം. അതുപോലെ തന്നെ കണ്ട നാഗത്തിൻ്റെ നാഗക്ഷേത്രം കേട്ടോ. ഇത് ആൽമരം വലിയ. തിരുവനന്തപുരം നഗരസഭ ജനകീയ ആസൂത്രണ പ്ലാൻ ഫണ്ട് കൗൺസിലർ കരമന അജിത്ത്. ഇതൊരു ക്ഷേത്രമാണ്, നാഗത്തിൻ്റെ. ഇതേപോലെയുള്ള കളറ് തമിഴ്നാട്ടിൽ കാണാം. വേറൊരു അമ്പലം, നമ്മളിത് നടന്ന് വരുന്ന വഴിക്ക് മുരുകൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. ഒരുപാട് അമ്പലങ്ങളുണ്ട്. അമ്പലത്തിൻ്റെ മതിലാണ് ഉണ്ടോ, അമ്പല കാണുന്നു. അതിൻ്റെ ഗോപുരം തമിഴ്നാട് സ്റ്റൈലാണ്. ഈ അമ്പലങ്ങൾ നമ്മൾ മെയിൻ റോഡിലെത്തി. അവിടെയാണ് ഈ ക്ഷേത്രമുള്ളത്. ഉണ്ടോ, മുരുകൻ്റെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് കരമന, തിരുവനന്തപുരം. ഇതാണ് സ്കൂള്. വീണ്ടും ഇവിടെ നിന്ന് നടന്നു
അങ്ങ് മെയിൻ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ആവശ്യങ്ങളുണ്ട്, അത് മേടിച്ചിട്ടോ തിരിച്ച് പോവും. വൈകുന്നേരം 5 മണിക്കാണ് എൻ്റെ ട്രെയിൻ. രാവിലെ പോകാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അവർ പറഞ്ഞു നമുക്കൊന്ന് പത്മനാഭൻ്റെ അടുത്തെല്ലാം പോകാൻ പറ്റുമോ, ഒന്ന് പോകാം കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. അതിലിടക്ക് ഒരു കരമന വരെ ഒന്ന് പോയിട്ട് വരുന്നു. അപ്പോൾ 5 മണി 6 മണിക്ക് അങ്ങനത്തെ ട്രെയിന്. അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ രാത്രി എത്തും. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. നടന്ന് കുറേ കാലം ഇങ്ങനെയെല്ലാം നടന്നിട്ട്, അപ്പോൾ നടക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ കരമന എത്തി. കിഴക്കേക്കോട്ടയിലേക്കുള്ള ബസ് പോകുന്നത്. ഇപ്പോൾ കിഴക്കേക്കോട്ട തിരുവനന്തപുരം സിറ്റി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അല്ല, ഒരു ക്ഷേത്രം കണ്ട മൂപ്പന്തൽ ശക്തി അമ്മൻ തുണை.